അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഇന്ന് അടുത്ത സൂറത്ത് ഓതുകയാണ്. സൂറത്തുൽ ഫലഖാണ്. നമ്മളൊക്കെ എല്ലാവരും കൂടുതൽ സമയത്ത് ഓതുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫലഖ്. ഇൻഷാ അല്ലാഹ് അതിലെ തെറ്റുകളാണ് ഇന്ന് നമുക്ക് പ്രതിപാദിക്കാനുള്ളത്. അള്ളാഹു കൂടുതൽ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق. ഇന്ന് രണ്ടായത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഖുൽ അഊദു, ഖുൽ എന്ന് ലാമിന് സുക്കൂൻ ചെയ്യണം. പല ആളുകളും തെറ്റായി അവിടെ പറയാറുണ്ട്. ഖുൽ അഊദു എന്ന് പറയും. ഖുല്ലഊദു എന്ന് പറയുമ്പോൾ ലഊദു എന്നാ പറയുന്നത്, അലിഫ് കേൾക്കുന്നില്ല. വലിയ തെറ്റാണല്ലോ. അപ്പൊ എങ്ങനെ പറയേണ്ടത്? ഖുൽ അഊദു, അപ്പൊ അലിഫ് കേൾക്കുന്നുണ്ട് അല്ലെ? ഖുൽ അഊദു, നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ ഖുൽ അഊദു റബ്ബിൽ ഫലഖ് എന്ന് പറയും, അലിഫ് പറയുന്നില്ല. എത്ര തെറ്റാണ്! അങ്ങനെ എത്ര സൂറത്ത് നമ്മൾ ഓതിയിട്ടുണ്ടാവും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അപ്പൊ നമ്മൾ പറയാം قل أعوذ برب الفلق. فلق ق എന്ന് പറയണം. قل أعوذ برب الفلق من شر ما خلق. അവിടുന്ന് മണിക്കണം. من شر ما خلق. ഷർറി എന്നാൻ പാടില്ല. രാ എന്ന ഉച്ചാരണം അതും വരാൻ പാടില്ല. അത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഉച്ചാരണമാണ്. മിൻ ശർരി മിൻ ശർരി മാ ഖലഖ്. ഖലഖ് ഒന്നുകൂടി പറയാം. ഖലഖ് ഖു. നമ്മൾ കാറുമ്പോഴൊക്കെ ഒരു ശബ്ദം വരില്ലേ, ഖ എന്നൊക്കെ, ആ ഉച്ചാരണ വരേണ്ടത് കേട്ടോ. മാറിപ്പോരുത്. വളരെ ശ്രദ്ധിക്കണം. ഓരോ അക്ഷരവും അതിന്റെ മഖ്റജ് എന്ന് ഉച്ചരിക്കുമ്പോഴാണ് ഖുർആൻ പൂർണ്ണമായിട്ടും ശരിയാവുകയുള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയാം. മിൻ ശർരി മാ ഖലഖ്. തൽക്കാലം ഒന്നുകൂടി ഓതാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. സദഖല്ലാഹുൽ അലീം. ഇൻഷാ അല്ലാഹ് എന്നിവിടെ പഠിപ്പിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. അള്ളാഹു ഖബൂലാക്കട്ടെ. കൂടുതൽ ഖുർആൻ ഓതാനും പഠിക്കാനും തെറ്റുകൾ മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.